Kim's Health presents 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് ജൂലൈ 17 വ്യാഴാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വൈറ്റ് ഹൗസിൽ വച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള 130 വർഷത്തിലേറെ നീണ്ടുനിൽക്കുന്ന ചരിത്രപരമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹായകരമായ കൂടിക്കാഴ്ചയിൽ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള ബഹ്റൈൻ്റെ സന്നദ്ധതയും ബഹ്റൈൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി. അമേരിക്കൻ സന്ദർശനവേളയിൽ പ്രഖ്യാപിച്ച $17 ബില്യൺ നിക്ഷേപ പാക്കേജ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ സമീപകാല പ്രാദേശിക, അന്തർദേശീയ സംഭവ വികാസങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രസിഡന്റ് ട്രംപിന്റെയും അമേരിക്കയുടെയും നിർണായക പങ്കിനെക്കുറിച്ചും ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രശംസിച്ചു. സല്ലാഖിൽ നിർമ്മിച്ച പുതിയ പോലീസ് സ്റ്റേഷൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നവീകരണവും വികസന പ്രവർത്തനങ്ങളും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബഹ്റൈൻ രാജാവ് നൽകുന്ന പിന്തുണയ്ക്കും കിരീടാവകാശിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കും ആഭ്യന്തരമന്ത്രി നന്ദി രേഖപ്പെടുത്തി. പോലീസ് സ്റ്റേഷനുകളെ സമഗ്ര സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി രാജ്യത്തെ സമ്പൂർണ്ണ സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും ഉദ്ഘാടന വേളയിൽ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. പൗരന്മാർക്കും പ്രവാസികൾക്കും പോലീസുമായി ദ്രുതഗതിയിൽ ബന്ധപ്പെടാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് റിപ്പോർട്ടിംഗ് സംവിധാനം പോലുള്ള നവീന സാങ്കേതിക സൗകര്യങ്ങൾ സ്റ്റേഷനിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ബഹ്റൈനിലെ തീരങ്ങളിൽ ജെല്ലി ഫിഷിന്റെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നു. കടലിലെ ജലത്തിന്റെ താപനില വർദ്ധിക്കുന്നതാണ് ജെല്ലി ഫിഷുകൾ പെരുകാൻ കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജെല്ലി ഫിഷുകളെ ഭക്ഷിക്കുന്ന കടലാമകൾ, ചിലതരം മത്സ്യങ്ങൾ തുടങ്ങിയവയുടെ എണ്ണം കുറഞ്ഞതും വർധനയ്ക്കിടയാക്കുന്നു. ജെല്ലി ഫിഷുകളെ സ്പർശിക്കുന്നതും അതിന്റെ ആക്രമണത്തിനിരയാകുന്നതും കഠിനമായ വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകും. അതിനാൽ ബീച്ചുകളിൽ കുളിക്കാൻ പോകുന്നവർ അതിജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവയുടെ ആക്രമണം േറ്റാലുടൻ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുകയോ വൈദ്യസഹായം തേടുകയോ ചെയ്യണം. ജെല്ലി ഫിഷുകളുടെ സാന്നിധ്യം അറിയിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ തീരങ്ങളിലുണ്ടെങ്കിൽ ശ്രദ്ധ പുലർത്തണമെന്നും കുട്ടികളെ കടലിലിറക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള വിവിധ ഡൈവിംഗ് സെന്ററുകളിൽ ബഹ്റൈൻ കോസ്റ്റ് ഗാർഡ് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ നടത്തി. വ്യവസായ വാണിജ്യ മന്ത്രാലയം, ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി, മുഹറക് ക്യാപിറ്റൽ ഗവർണറേറ്റ്, പോലീസ് ഡയറക്ടറേറ്റുകൾ, പൗരത്വം, പാസ്പോർട്ട്, റെസിഡൻസ് കാര്യ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ ക്യാമ്പയിൻ നടന്നത്. എല്ലാ ഡൈവിംഗ് സെന്ററുകളും നിയമപരവും സുരക്ഷാപരവുമായ ചട്ടങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. കുട്ടികൾക്കായി സിംസ് ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പ് കളിമുറ്റം 2025ന്റെ ഉദ്ഘാടനം ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ നിർവഹിച്ചു. സിംസ് പ്രസിഡന്റ് ഷാജൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സബിൻ കുര്യാക്കോസ്, പ്രോഗ്രാം കൺവീനർ അജീഷ് ടോം, സിംസ് കോർ ഗ്രൂപ്പ് ചെയർമാൻ പോളി വിധേയത്തിൽ, പ്രമുഖ സാമൂഹിക പ്രവർത്തകനും സിംസ് മുൻ പ്രസിഡന്റുമായ ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ സംസാരിച്ചു. സമ്മർ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന അധ്യാപകർക്കും വളണ്ടിയർമാർക്കുമുള്ള ഔദ്യോഗിക ബാഡ്ജുകൾ മുഖ്യാതിഥി
മെഹന്തി കൈമാറി. സിംസ് മ്യൂസിക് ക്ലബ്ബും കളിമുറ്റം സമ്മർ ക്യാമ്പിലെ കുട്ടികളും അണിയിച്ചൊരുക്കിയ നൃത്തസംഗീത പരിപാടികൾ സമ്മർ ക്യാമ്പ് ഉദ്ഘാടന പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരുന്നു. കളിമുറ്റം സമ്മർ ക്യാമ്പ് ആഗസ്റ്റ് 22 വരെയാണ് നടക്കുന്നത്. 42 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഇസ്മയിൽ വെള്ളിക്കുളങ്ങരയ്ക്ക് KMCC മുഹറക്ക് ഏരിയ കമ്മിറ്റി ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ഇബ്രാഹിം തിക്കോടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അബ്ദുൾ റസാഖ് നദ്വി മുഖ്യപ്രഭാഷണം നടത്തി. കരീം കുളമുള്ളതിൽ, റഷീദ് കീഴൽ, ജംഷീദ് എടക്കര എന്നിവർ സംസാരിച്ചു. അബ്ദുള്ള ഉപഹാരം കൈമാറി.